ശബരിമലയെ സ്വർണ്ണപീഠങ്ങൾ കാണാതെ പോയതുമായി ബന്ധപ്പെട്ട ദുരൂഹത നിലനിൽക്കുകയാണ്, തുടരുകയാണ്. അതിനിടയിലാണ് ദേവസ്വം പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. വിശദവിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. വലിയ ദുരൂഹതയിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഇതിൽ വളരെ കൃത്യമായി ഇഴകീറി കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അതിനിടയിൽ വലിയ അപവാദ പ്രചരണം ഉണ്ടായതിലുള്ള വേദനയും PS പ്രശാന്ത് മറച്ചുവെച്ചില്ലല്ലോ. വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, വലിയ ഗൂഢാലോചനയാണ് ഈ സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് സംശയിക്കുന്നത്. അതുതന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വാക്കുകളിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ബോർഡ് ഈ വിഷയത്തിൽ ഒരു വിശദമായ വിജിലൻസ് അന്വേഷണമോ ക്രൈംബ്രാഞ്ച് അന്വേഷണമോ സർക്കാരിനോട് ആവശ്യപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് രണ്ടാമത് താൻ നിർമ്മിച്ചു നൽകിയ പീഠം കാണാനില്ല എന്ന വിഷയം കൊണ്ടുവരുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെ അതുണ്ടായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ബോധപൂർവം കള്ളനാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബോർഡിൽ ഒരു സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്ന ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ചതാണിതെന്ന് അല്ലെങ്കിൽ ഒരു വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ദേവസ്വം ബോർഡ് നേതൃത്വം സംശയിക്കുകയാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് 5 ദിവസം മുൻപാണ് ഈ വിവാദം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തുറന്നുവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് ബോർഡ് സംശയിക്കുന്നു. മാത്രമല്ല, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇത്തരമൊരു സംശയം ശക്തമാക്കുന്നതും. ഇതിൽ ഏറ്റവും പ്രധാനം 2019 ഈ രണ്ടാമത് നിർമ്മിച്ച് നൽകിയ പീഠം ഇപ്പോൾ കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പീഠം അവിടെ ശബരിമലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി അയക്കുന്നത്. അപ്പോൾ ആ പീഠം അവിടെ കൊണ്ടുവന്നതിനോ അത് തിരിച്ചു കൊടുത്തുവിട്ടതിനോ ഒന്നും തന്നെ രജിസ്റ്ററിൽ അല്ലെങ്കിൽ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ഗുരുതരമായ കാര്യം തന്നെയാണ്. ഇത് A. പത്മകുമാർ ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ ഇതേക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അല്ലെങ്കിൽ വാസുദേവൻ, അതായത് പ്രശാന്ത്, ഇത് നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ആരോപണങ്ങൾ വളരെ നിഗൂഢമായ കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ ഈ സാധനം അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരാൾ സമർപ്പിച്ചതാണ്, ഭഗവാന്റെ സ്വത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇത് അവിടെ നിന്നും 2019 മുതൽ കാണുന്നില്ല അല്ലെങ്കിൽ കൊണ്ടുപോയി എങ്കിൽ അത് അന്വേഷിക്കാനും അറിയാനുമുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡിന്. അതേപ്പറ്റി ദേവസ്വം പ്രസിഡന്റ് ഒന്നും സൂചിപ്പിച്ചും കണ്ടില്ല. മോദി, ഇത് ഈ കാണാതായ പീഠത്തിന്റെ കാര്യം മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊടുത്തു വിട്ടത് പോലും ഈ സ്പോൺസർ നിർദ്ദേശിച്ച ആളുടെ കൈവശമാണ്. അപ്പോൾ അത് തന്നെ സ്പോൺസർ ഒരിക്കൽ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ദേവസ്വം ബോർഡിന്റെ ആസ്തിയാണ്. അപ്പോൾ അത് ഉരുപ്പടിയാണ്. അത് ഈ സ്പോൺസറുടെ കയ്യിൽ എങ്ങനെ കൊടുത്തുവിട്ടു എന്നത് വലിയ വീഴ്ചയാണ്. മാത്രമല്ല, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ഇന്ന് ഇതേക്കുറിച്ച് വളരെ ലളിതമായി പറഞ്ഞത് എന്താണ്? ഈ സ്വർണ്ണപീഠം എടുത്തത് കൊണ്ട് ഉണ്ണികൃഷ്ണനോ വാസുദേവനോ ലാഭമുള്ള കേസല്ല എന്നതാണ്. അതായത് അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നാണ്. അതായത് ഈ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത് 2019 കാലത്താണ്. അന്നാണ് ഈ കോവിഡ് സമയത്ത് ഈ സ്വർണ്ണപീഠത്തിന്റെ നിറത്തിൽ മങ്ങൽ വന്നു. അതുകൊണ്ട് തന്നെ അത് പുതിയത് നിർമ്മിച്ച് നൽകാമെന്ന് വാസുദേവൻ പോറ്റി പറയുന്നു. അങ്ങനെ നിർമ്മിച്ച് നൽകിയത് അവിടെ അതിന് ചേരുന്നില്ല. ആ പീഠം ഇപ്പോൾ കാണാനില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ സ്വർണ്ണം പൂശുന്ന, അതായത് ചെന്നൈയിൽ കൊണ്ടുപോയി പൂശുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ആ സ്വർണ്ണപീഠം തിരികെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ കൈവശമുള്ള, അല്ലെങ്കിൽ ഈ വാസുദേവൻ പോറ്റിയുടെ കൈവശമുള്ള സ്വർണ്ണപീഠം തന്നെ കാണാനില്ല എന്നൊരു പുതിയ വെളിപ്പെടുത്തൽ നടത്തുകയും അതിലൂടെ ബോർഡിനെ സംശയത്തിന്റെ നിഴലിലാക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ കള്ളനാക്കുന്നു എന്ന ഒരു ഗൗരവതരമായ നൽകാൻ കഴിയുന്നത് എങ്ങനെ? ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും പ്രശ്നങ്ങൾ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉരുപ്പടി ദേവസ്വത്തിന്റെ വകയാണ്. ഒരിക്കൽ ഒരാൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദേവസ്വത്തിന്റെ വകയായി ഈ സ്വത്തുകൾ സൂക്ഷിക്കാനും അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റത്തെക്കുറിച്ച് കൃത്യമായ രേഖകൾ സൂക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. അതിൽ നിന്നും വ്യതിചലിക്കാൻ കഴിയില്ല എന്നിരിക്കെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമായി തെറ്റുകാരനായി സൂചിപ്പിക്കുന്നത്. ഇതെല്ലാവർക്കുമുള്ള പങ്കിൽ കൃത്യമായ അന്വേഷണം വേണ്ടേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ 2019 ബോർഡ് ഭരണം നയിച്ച ബോർഡ് ഭരണകൂടം എല്ലാം ഇതിൽ കുറ്റത്തിന്റെ നിഴൽ, സംശയത്തിന്റെ നിഴൽ വരും, സംശയത്തിന്റെ നിഴലിലാണ് എന്നതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുകൊണ്ട് എന്ത് ലാഭം എന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ പറയുമ്പോൾ തന്നെ എന്തിനങ്ങനെ ചെയ്തു എന്ന് വിജിലൻസ് അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഈ പീഠം കൊണ്ടുവന്നപ്പോൾ ശില്പവുമായി ചേരുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു. തിരികെ കൊണ്ടുവരുമ്പോൾ രേഖ തയ്യാറാക്കേണ്ട ഉദ്യോഗസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൈയൊഴിക്കുകയാണ്. ഏതായാലും ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വത്തിന്റെ സംശയത്തിലാക്കുന്ന രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വെളിപ്പെടുത്തൽ
ഈ സമീപ ദിവസങ്ങളിൽ നടത്തിയത്. അതും ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസം മുൻപായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് ഈ സ്വർണ്ണപീഠം അദ്ദേഹം 2020 കാലത്ത് ശബരിമലയിലേക്ക് അധികമായി നിർമ്മിച്ചു നൽകി എന്ന് പറയുന്ന സ്വർണ്ണപീഠം അത് കാണാനില്ല എന്ന് പറയുന്നതിലൂടെ ഇപ്പോൾ ബോർഡ് ഭരിക്കുന്ന നേതൃത്വം ഒരു സംശയത്തിന്റെ നിഴലിലാകുന്നു, അവർ കള്ളന്മാരാകുന്നു. അത്തരത്തിലൊരു സംഭവങ്ങളാണ് പിന്നീട് കണ്ടത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വെളിപ്പെടുത്തലിന് ശേഷം പിന്നീട് ഹൈന്ദവ സംഘടനകൾ, സംഘപരിവാർ അനുകൂല ഹൈന്ദവ സംഘടനകളെല്ലാം ബോർഡിലേക്ക് മാർച്ച് നടത്തുന്നു, വലിയ ക്യാമ്പയിൻ നടക്കുന്നു, ബോർഡ് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കുന്നു, കൊള്ളയടിക്കുന്നു എന്ന വലിയ പ്രചരണം നടക്കുന്നു. ഇതെല്ലാം നടന്നിരിക്കെ ഈ ഒരു സാഹചര്യം എല്ലാം ഒരുക്കിയതിനു ശേഷമാണ് ആഗോള അയ്യപ്പ സംഘങ്ങൾക്ക് പിന്നിൽ വലിയ നിഗൂഢതയുണ്ട്. അതെന്ത് തന്നെ ആയാലും പുറത്തു വരേണ്ടതുണ്ട്. ഭക്തജനങ്ങളും നമ്മൾ മലയാളികളും എല്ലാം ഇത് കാത്തിരിക്കുന്നതാണ്. എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്നറിയാൻ വിശദവിവരങ്ങൾ നൽകിയത് പ്രശാന്ത് കൃഷ്ണയാണ്.